ഹായ്, വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. പ്രിയപ്പെട്ട കേട്ടറ്റ് എഴുതുന്ന വിദ്യാർത്ഥികളെ, അധ്യാപക സുഹൃത്തുക്കളെ, സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക്, അതുപോലെ തന്നെ ബി എഡ് കഴിഞ്ഞവർക്കും DLED ഒക്കെ സെക്കൻഡ് ഇയർ ആയ ആളുകൾക്കൊക്കെ പുതിയൊരു കേട്ടറ്റ് എഴുതാനുള്ള അവസരം ഉടൻ തന്നെ വരുന്നതാണ്. സാധാരണ ജൂണിൽ വിളിക്കുന്നത്, ഇത് ഏകദേശം ജൂലൈയിൽ തന്നെ നമ്മുടെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രാവശ്യം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ തന്നെ കേട്ടറ്റ് എക്സാം എഴുതാനുള്ള ഒരു സാഹചര്യം കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിൻ്റെ ഡിസംബറിൽ വിളിച്ചിട്ടുള്ള കേട്ടറ്റ് എക്സാം ഫെബ്രുവരിയിൽ നടക്കുകയും അതിൻ്റെ റിസൾട്ട് വരികയും ചെയ്തു. ഒരുപാട് വിദ്യാർത്ഥികൾ എജുബിൾസ് ലേണിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മുടെ കേട്ടറ്റിന് വേണ്ടി പഠിക്കുകയും വളരെ നല്ല രീതിയിലുള്ള മാർക്ക് വാങ്ങി സ്കോർ ചെയ്ത് വളരെ നല്ല രീതിയിൽ കേട്ടറ്റ് നേടി വിജയിക്കാൻ അവർക്ക് സാധിച്ചു എന്നതിൽ ഞങ്ങൾ അഭിമാനപൂർവ്വം ഓർക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമുക്ക് അടുത്ത കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ആളുകൾ കേട്ടറ്റ് എക്സാം ആദ്യമായിട്ട് എഴുതുന്നവരുണ്ട്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വളരെ ചെറിയ മാർക്കിന് നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അതുപോലെ സർവീസിൽ ഇരിക്കുന്ന ഒരുപാട് അധ്യാപകർ ഇനിയും കേട്ടറ്റ് കിട്ടാത്തവരുണ്ട്. അവരൊക്കെ എഴുതാൻ പോകുന്ന എക്സാമാണ്. സോ അറിയാത്തവർക്ക് വേണ്ടി എന്താണ് കേട്ടറ്റ് എക്സാം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഏതൊക്കെ സ്ട്രീം, അതായത് ഏതൊക്കെ കാറ്റഗറിയിലാണ് കേട്ടറ്റ് എക്സാം നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. അതുപോലെ തന്നെ കഴിഞ്ഞ എക്സാമിന് ഞങ്ങളുടെ എജുബിൾസ് ലേണിങ്ങിൻ്റെ കൂടെ പരിശീലനം നേടുകയും നന്നായിട്ട് വിജയിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട കൂട്ടുകാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്കും ആ ഒരു രീതിയിൽ അടുത്ത കേട്ടറ്റ് എക്സാമിൽ മികച്ച രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും എജുബിൾസ് ലേണിങ്ങിൻ്റെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഉടൻ തന്നെ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് കേട്ടറ്റ് എക്സാമിൻ്റെ ഒരു രീതി, എത്ര കാറ്റഗറിയാണ് തുടങ്ങിയ കാര്യങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്യാം. സോ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. എന്താണ് കേട്ടറ്റ് എക്സാം, അതിൻ്റെ കാറ്റഗറി ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. സോ നമുക്കറിയാം 4 കാറ്റഗറി ആയിട്ടാണ് എക്സാം നടക്കുന്നത്. 4 കാറ്റഗറിയാണ്. അതിൽ കാറ്റഗറി 1 LP തലത്തിലുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ടാണ്, LPയിൽ പഠിപ്പിക്കേണ്ട അധ്യാപകർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാറ്റഗറി 1 എഴുതുന്നത്. സോ UP തലത്തിലേക്ക് വരുമ്പോൾ അവർ എഴുതേണ്ട കേട്ടറ്റ് കാറ്റഗറി 2 അല്ലേ, കേട്ടറ്റ് കാറ്റഗറി 2 ആണ് എഴുതേണ്ടത്. ഇനി ഹൈസ്കൂൾ ലെവലിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് കാറ്റഗറി 3 ആണ്. അതുപോലെ തന്നെ UP തലം വരെയുള്ള ഭാഷാ അധ്യാപകർ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പോലെയുള്ള സ്വീവിംഗ് എന്നൊക്കെ പറയല്ലേ, സോ അവർ എഴുതേണ്ടതാണ് എന്ത്, കാറ്റഗറി 4. ഓക്കെ, UP തലം വരെയുള്ള ഭാഷാ അധ്യാപകരാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കറിയാം ഇതിൻ്റെ സിലബസും അതുപോലെ തന്നെ അതിൽ വരുന്ന ചോദ്യങ്ങൾ, സബ്ജക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് കാറ്റഗറി 1 ആദ്യമായിട്ട് നോക്കാം. കാറ്റഗറി 1 നമുക്കറിയാം സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി അല്ലേ, ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി. ഇതിൽ അതുപോലെ തന്നെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ വികാസം, അത്തരം കാര്യങ്ങൾ ചോദിക്കും. അതുപോലെ പെഡഗോഗി കൂടാതെ വരുന്നത് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ തുടങ്ങിയ ആ ഫീൽഡിൽ വരുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അത്തരം കാര്യങ്ങളാണ്. നമുക്ക് ബോധനശാസ്ത്രമാണ് അവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചൈൽഡ് ഡെവലപ്മെൻറ്റിനും പ്രാധാന്യം കൊടുക്കണം. അതാണ് അവിടുത്തെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ. അതേ സമയത്ത് നമുക്ക് ലാംഗ്വേജ് വരുമ്പോൾ ഇത് 30 ചോദ്യങ്ങൾ, എത്ര ചോദ്യങ്ങളാണ്, 30 ചോദ്യങ്ങളാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. പിന്നെ 30 ചോദ്യങ്ങൾ വരുന്നത് ലാംഗ്വേജ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മലയാളമോ കന്നഡയോ തമിഴോ ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. സോ അതിൻ്റെ 30 ചോദ്യങ്ങൾ വരും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മലയാളത്തിൽ നമ്മൾ സാധാരണ മലയാളമാണ് എടുക്കുന്നത് അല്ലേ. സോ ഇതിൽ ഭാഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഗ്രാമർ, അതുപോലെ തന്നെ അത് നമ്മൾ ഒരു പാരഗ്രാഫ് തന്നാൽ കവിത തന്ന് അത് മനസ്സിലാക്കി അതിൽ നിന്ന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ചെയ്യേണ്ട 30 ചോദ്യങ്ങളാണ്. പിന്നെ വരുന്നതാണ് ലാംഗ്വേജ് 2. അതായത് ഇവിടെ നമുക്ക് നമ്മൾ ഫസ്റ്റ് മലയാളം മീഡിയം 1 എന്ന് പറയില്ലേ, അതിൽ സെലക്ട് ചെയ്ത അതല്ലാത്ത, അതായത് ഇംഗ്ലീഷ് അല്ലേ, ഇംഗ്ലീഷ് ചില അല്ലെ പ്രൈമറി തലത്തിൽ ഭാഷാധ്യാപകരാവാൻ വേണ്ടിയുള്ള ആളുകൾക്ക് മാത്രം അറബിക്
നിങ്ങൾക്ക് എഴുതാം എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ ഇംഗ്ലീഷാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ്. സോ ഇവിടെയും 30 ചോദ്യങ്ങൾ വരുന്നു. അത് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്നത് EVS. EVS എന്ന് പറഞ്ഞാൽ നമ്മൾ പരിസര പഠനം എന്നൊക്കെ പറയും. പക്ഷേ EVSന് എന്തുണ്ട്? കൃത്യമായ സിലബസ് വരുന്നുണ്ട്. ആ സിലബസ് മാത്രമല്ല, നമ്മൾ സിലബസിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ മനസ്സിലാക്കണം. സിലബസ് ജസ്റ്റ് മനസ്സിലാക്കുന്നതിനപ്പുറം എങ്ങനെയാണ് ഈ സിലബസിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് ഇത് കൃത്യമായി. കാരണം നമ്മൾ 1 മുതൽ 5ാം ക്ലാസ് വരെയുള്ള അല്ലെങ്കിൽ 5ാം ക്ലാസ് വരെയുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ളതും അതേ സമയത്ത് അതിൻ്റെ ഡെപ്ത് ചിലപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നിന്നാണെങ്കിലും അതിൻ്റെ ഡെപ്ത് കുറച്ചും കൂടി ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വരെ എത്താം. സോ നമുക്ക് EVSൽ നിന്ന് ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ DLED എക്സാമിനൊക്കെ നമ്മൾ പഠിക്കുന്ന കുറച്ച് ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻസ് നേരിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് മാത്തമാറ്റിക്സ് ആണ്. അതിൽ നിന്നും 30 ചോദ്യങ്ങൾ. മാത്തമാറ്റിക്സിൻ്റെ 30 ചോദ്യം എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് പ്രധാനപ്പെട്ട എല്ലാ ഏരിയകളുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക, നമ്പേഴ്സ്, ബേസിക് ഓപ്പറേഷൻസ്, പലിശ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് ഏരിയകളുണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് മാത്തമാറ്റിക്സിൽ നിന്ന് ചോദിക്കുന്നതാണ്. SCERT ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കതിൽ പ്രതീക്ഷിക്കാം. സോ ഇങ്ങനെ 150 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് കാറ്റഗറി 1 എക്സാമിനുണ്ടാവുക. സോ നിങ്ങൾ LP ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കാറ്റഗറി 1 എഴുതിയിരിക്കണം. നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്നുള്ള 150 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇനി നമ്മൾ UP തലത്തിലുള്ള അധ്യാപകരാവേണ്ട അവർക്ക് വേണ്ടിയുള്ള യോഗ്യതയാണ് കാറ്റഗറി 2. അതിൻ്റെ സിലബസിലേക്ക് പോകാം. അവിടെ നമുക്ക് സൈക്കോളജി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം. പിന്നെ രണ്ടും, അതായത് കാറ്റഗറി 1 കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ വരെ ഉണ്ടാവും. ഒരു ക്ലാസ് റൂമിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്, സാഹചര്യങ്ങളൊക്കെ തന്നിട്ട് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ടാവും. അതുപോലെ അതിൽ ചില വ്യത്യാസങ്ങൾ ചിലപ്പോൾ UP സ്കൂൾ ടീച്ചേഴ്സിന് അതിൽ കാറ്റഗറി 2 വരാറുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ലാംഗ്വേജ് 1. ഇതിൽ നേരത്തെ ശ്രദ്ധിക്കണം, നേരത്തെ നമുക്ക് ലാംഗ്വേജ് 1ൽ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് ലാംഗ്വേജ് 1 ആയിട്ട് ഇംഗ്ലീഷ് കൂടി സെലക്ട് ചെയ്യാം. പക്ഷേ അപ്പോൾ ഇതിൽ ആദ്യം 30 ചോദ്യങ്ങൾ, ലാംഗ്വേജ് 1ന് 30 ചോദ്യങ്ങൾ. ലാംഗ്വേജ് 2 സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലാംഗ്വേജ് 1ൽ പെട്ടതും എന്നാൽ അതിൽ സെലക്ട് ചെയ്യാത്തതുമായ സബ്ജക്റ്റുകളാണ്. ഉദാഹരണത്തിന് നമ്മൾ ലാംഗ്വേജ് 1 ആയിട്ട് ഇംഗ്ലീഷ് സെലക്ട് ചെയ്താൽ പിന്നെ ലാംഗ്വേജ് 2ൽ നമുക്ക് എന്ത് സെലക്ട് ചെയ്യാൻ പറ്റുകയില്ല? ഇംഗ്ലീഷ് പറ്റില്ല, ബാക്കിയുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മലയാളം, മറ്റുള്ള ഭാഷകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നല്ലേ. ഇനി ഫസ്റ്റിൽ നമ്മൾ മലയാളമാണ് സെലക്ട് ചെയ്തതെങ്കിൽ ലാംഗ്വേജ് 2ൽ മലയാളം സെലക്ട് ചെയ്യാൻ പാടില്ല, മറ്റുള്ളതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ. അതിൽ വരുന്ന ലാംഗ്വേജുകളൊക്കെ ഏതൊക്കെ ലാംഗ്വേജുകളാണ് എഴുതാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കാം. നെക്സ്റ്റ് ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ 30 ചോദ്യം ടോട്ടൽ 90 ചോദ്യങ്ങളായി. ഇനി വരാനുള്ളത് നമുക്ക് 60 ചോദ്യങ്ങളാണ്. ഇത് കാറ്റഗറി 2കാരെ അവരെ സംബന്ധിച്ച് 60 ചോദ്യങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഒന്നെങ്കിൽ മാത്തമാറ്റിക്സും സയൻസും ഉൾപ്പെട്ട 60 ചോദ്യങ്ങളുടെ സെറ്റ് ചെയ്താം. അതായത് നിങ്ങൾക്ക് ആ ഒരു വിഭാഗത്തിലാണ് നന്നായിട്ട് അറിവുള്ളത്. നമ്മൾ നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് അറിയണം കേട്ടോ. കാരണം കാറ്റഗറി 2 എഴുതുന്നവർ നമ്മൾ ഏതാണ് എഴുതുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് സയൻസും മാത്സും ഒക്കെ എളുപ്പമാണെങ്കിൽ ആ ഒരു എക്സാമിന് 60 ചോദ്യങ്ങൾ സയൻസിൻ്റെയും മാത്തമാറ്റിക്സിൻ്റെയും ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഇനി നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എളുപ്പമായിട്ട് തോന്നുന്നതെങ്കിൽ, കാരണം നമുക്കറിയാം SCERTയിൽ 5 മുതൽ 8 വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോകണം. ചിലപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് 10ാം ക്ലാസ്സിലൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതാണ് ആ ഒരു ബേസിക് ആ ഒരു കൺസെപ്റ്റ്, ആ സിലബസിൽ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. സോ സോഷ്യലാണ് നിങ്ങൾക്ക് എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ നിന്നുള്ള 60 ചോദ്യങ്ങൾ, ഏതായാലും 90 + 60 ചോദ്യങ്ങൾ, ഈ 60 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് കാറ്റഗറി
കാറ്റഗറി 2 എക്സ്ട്രാ വരുന്നത്. ഓക്കെ, 2 ലാംഗ്വേജ് അതുപോലെ തന്നെ സൈക്കോളജി പ്ലസ് നിങ്ങളുടെ ചോയ്സിൽ നിന്ന് പെട്ട 60 ചോദ്യങ്ങൾ, ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ UP സ്കൂൾ തലത്തിലേക്കുള്ള കാറ്റഗറി 2 സിലബസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കാറ്റഗറി 3 ആണ് വേണ്ടത്. ഇവിടെ നമുക്ക് അഡോളസെന്റ് സൈക്കോളജിയാണ് വരുന്നത്. അഡോളസെന്റ് ചൈൽഡ് ഡെവലപ്മെന്റ് മാറിയിട്ട് മാത്രമല്ല ഇത് നമുക്ക് ഇംഗ്ലീഷിലെ നമ്മുടെ ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുക. സോ ഇവിടെ സൈക്കോളജിയിൽ നിന്ന് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ 40 ചോദ്യങ്ങളാണ്. എത്ര ചോദ്യങ്ങളാണ്? നേരത്തെ 30 ചോദ്യങ്ങളല്ലേ, ഇവിടെ 40 ചോദ്യങ്ങൾ സൈക്കോളജിയിൽ നിങ്ങൾക്ക് വരും. അതുപോലെ തന്നെ ലാംഗ്വേജ് നിങ്ങൾക്ക് മലയാളമോ ഇംഗ്ലീഷോ ഒക്കെ ചൂസ് ചെയ്യാം. അവിടെ 30 ചോദ്യങ്ങളാണ് ലാംഗ്വേജിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് ഇവിടെ നമുക്കറിയാം കാറ്റഗറി 3 ഇംഗ്ലീഷ് ഉണ്ടാവും, അതുപോലെ തന്നെ മലയാളം ഉണ്ടാവും, സാൻസ്ക്രിറ്റ് ഉണ്ടാവും, ഹിന്ദി ഉണ്ടാവും, അറബി, ഇങ്ങനെ ലാംഗ്വേജുകൾ ഉണ്ടാവും. അതുപോലെ സോഷ്യൽ സയൻസിന് എഴുതാം, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് ഇങ്ങനെയുള്ള ഹൈസ്കൂൾ ലെവലിലുള്ള സബ്ജക്റ്റുകളെ ബേസിലാണ് ഈ കാറ്റഗറി 3 വരുന്നത്. ഹൈസ്കൂൾ ടീച്ചർ ആണല്ലോ, HSA അല്ലേ, ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് ആണല്ലോ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൽ നിന്ന് 80 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെയാണ് ഇംഗ്ലീഷും ഇതൊക്കെ ഭാഷയാണ് എടുക്കുന്നതെങ്കിൽ അതിൽ ലിറ്ററേച്ചർ വരും, ഗ്രാമർ വരും, ഓക്കെ, പെഡഗോജി വരും, ഓക്കെ. സോഷ്യലും സോഷ്യലും നിങ്ങൾക്ക് ഫിസിക്സ് അല്ലെ, ഫിസിക്കൽ സയൻസോ നാച്ചുറൽ സയൻസോ ഒക്കെ ആണെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. സോ കാറ്റഗറി 3 ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കാറ്റഗറി 4 വരുന്നത് ഇവിടെയാണ് UP തലം വരെ അല്ലെ, UP തലം വരെയുള്ള ഭാഷാ അധ്യാപകർ ഉൾപ്പെടുന്നത്. അവരെഴുതുന്ന എക്സാമാണ്. കൂടാതെ ആർട്ട് അല്ലെ, ക്രാഫ്റ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള അധ്യാപകർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരൊക്കെ എഴുതുന്നതാണ്. സോ അവർക്കുണ്ടാവുന്നത് അവരുടെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി 30 ചോദ്യങ്ങൾ, അവിടെ ലാംഗ്വേജിന് അവർക്ക് 40 ചോദ്യങ്ങൾ വരും കേട്ടോ. അതാ ശ്രദ്ധിക്കേണ്ടത്. അവിടെ മാറി ലാംഗ്വേജിന് കുറച്ചും കൂടി 40 ചോദ്യങ്ങൾ അവർക്ക് വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് സബ്ജക്റ്റ്. അവരുടെ സബ്ജക്റ്റിൽ അവർക്ക് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും അല്ലേ? നമുക്ക് 30, 40, 70 ചോദ്യങ്ങൾ കഴിഞ്ഞാൽ ബാക്കി വരുന്ന ചോദ്യങ്ങളൊക്കെ 80 ചോദ്യങ്ങൾ. ക്ലിയർ? 80 ചോദ്യങ്ങൾ. സോ ഇവിടെയും 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇവിടെ ശ്രദ്ധിക്കണം, ഇപ്പോൾ അറബിക്കൊക്കെ പഠിക്കുന്ന ആളുകളുണ്ടാവും അല്ലെ, സാൻസ്ക്രിറ്റ് ഒക്കെ, അവരെ സംബന്ധിച്ച് ലാംഗ്വേജ് ചിലപ്പോൾ ഒരു പ്രയാസമായിരിക്കും, ചിലപ്പോൾ സൈക്കോളജി ആയിരിക്കും അത് പ്രയാസമായി തോന്നുന്നത്. പക്ഷേ കാറ്റഗറി 1ഉം 2 ഒക്കെ എഴുതുന്ന അതിൻ്റെ സൈക്കോളജിൻ്റെ സിലബസ് തന്നെയാണ് ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അത് അതേ രീതിയിലുള്ള ചോദ്യങ്ങൾ വരും. പക്ഷേ ഈ എക്സാമിൻ്റെ ടഫ്നെസ്സിൽ പലപ്പോഴും പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമുക്ക് ഏതായാലും സിലബസ് മനസ്സിലാക്കുക, അതിൻ്റെ സോഴ്സ് മനസ്സിലാക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 4-5 വർഷത്തെ 4-5 അല്ല, ഒരു 5-6 കൊല്ലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു ഓവറോൾ ഐഡിയ കാറ്ററ്റ് എക്സാമിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് ഏതായാലും നമുക്ക് എഡ്യൂബിൾസ് ലേണിങ്ങിൻ്റെ അടുത്ത കാറ്ററ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പരിശീലനം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രീമിയം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും കഴിഞ്ഞ എക്സാമിന് കിട്ടാത്തവരും അതുപോലെ തന്നെ ഇപ്പോൾ B.Ed സെക്കൻഡ് ഇയർ ആയവരും അതുപോലെ കഴിഞ്ഞവരൊക്കെ ഉണ്ടാവും. അവരോടൊക്കെ പറയാനുള്ളത്, നമുക്ക് അടുത്ത എക്സാം ജൂലൈയിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നേരെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത LP UP എക്സാമിൻ്റെ മുമ്പുള്ള അവസാനത്തെ കേട്ടറ്റാണിത്. സോ നിങ്ങൾക്ക് ഈ കേട്ടറ്റ് കിട്ടിയാൽ ഉറപ്പായിട്ടും LP UP എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഈ കേട്ടറ്റോട് കൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമുക്കതിൻ്റെ സിലബസ് ഒക്കെ അറിയാം, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ SCERTയുടെ സിലബസ് കൂടി പഠിച്ചു പോയി. SCERTയിൽ പഴയതും പുതിയതുമായ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ കേട്ടറ്റ് എക്സാമിന് പോകുന്നത്. സോ അത് നിങ്ങൾക്ക് LP UP എക്സാമിനുള്ള ഒരു ചവിട്ടുപടിയായിരിക്കും. കേട്ടറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.